ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 2 ഓഫ് ക്ലാൻ വാർ ലീഗാണ്. അപ്പോൾ നമ്മുടെ ഡേ 1ൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഡേ 1 എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ 15 അറ്റാക്ക് ചെയ്തായിരുന്നു, പക്ഷേ ലാസ്റ്റത്തെ ബേസ് ആരും അടിച്ചിട്ടില്ല. അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആരോ കയറി അടിച്ച ബേസിനെ കയറി ഒന്നും കൂടെ കയറി അടിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്നൊന്നും ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ദാരുണമായിട്ട് ആ ബേസ് ആ വാർ പൊട്ടി. അപ്പോൾ ഇനി നമ്മൾ നേരെ സെക്കൻഡ് വാറിലോട്ടാണ് പോകുന്നത്. ഇപ്പം തന്നെ നമ്മുടെ റാങ്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെക്കൻഡാണ് കിടക്കണേ. ഏത് നിമിഷമൊന്നുമില്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് 7 അറ്റാക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ നമ്മുടെ ഒരു പയ്യൻ ഒരു 2 സ്റ്റാറിലോട്ട് പോയിട്ടുണ്ട്. ബാക്കി ഒരു അറ്റാക്ക് ഏറ്റവും ലാസ്റ്റത്തെ ബേസ് കയറി അടിച്ച് 3 സ്റ്റാർ കിട്ടി. പക്ഷെ നോക്കിക്കോ, നമ്മൾ ലാസ്റ്റ് കിടക്കണ വരെ ടൗൺ ഹാൾ 18 ഫുള്ളും കുറച്ച് മാക്സ് ആണ് എന്ന് തോന്നുന്നു. നമ്മളെന്തായാലും നേരെ തന്നെ വെറുപ്പിക്കാതെ തന്നെ എൻ്റെ ട്രൂപ്സ് എല്ലാം സെറ്റാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫസ്റ്റ് ഏത് ബേസാണ് കിട്ടാൻ പോണേ. ഗൈസ്, നമുക്ക് ബേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻവി. ഓക്കെ, അടുത്തോട്ട് കയറ്റാനാണ് എൻ്റെ പ്ലാൻ. യെസ്, നൈസ്, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട. ഡ്യൂക്ക് ഡ്രാഗൻ അവിടെ ഇട്ട് തന്നെ നമ്മൾ മാക്സിമം ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി ഫുള്ളും ആ ഏരിയ കംപ്ലീറ്റ് കമ്പാർട്ട്മെൻറ്റ് ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ബിക്കോസ് ആ ഏരിയയിൽ മൊത്തത്തിൽ തന്നെ ഹീറോസും കുറേ ടാസ്ക് ബിൽഡിങ്സും ഉണ്ട്. നമുക്ക് ടൗൺ ഹാൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ സാധനം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. പുതിയ ഷിറ്റ് എല്ലാം തീർന്നു ഗൈസ്. ഇത്രയും പെട്ടെന്ന് എൻ്റെ ഡ്യൂക്ക് ഡ്രാഗൻ ചാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, ഡ്യൂക്ക് ഡ്രാഗൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ക്വീൻ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി ഒരു ഗുണം തന്നെ ഉണ്ടായിട്ടില്ല. ക്വീൻ്റെ എബിലിറ്റിയിൽ ഫുൾ ഡ്രാഗൻസ് ഇറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ, പിന്നെ ഇൻഫ്ലുവൻസ്, സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഓക്കെ, എല്ലാവരും നമ്മൾ തൂക്കി പുറക്കി ഇറക്കിയിട്ടുണ്ട്. ഒരു ടോട്ടൽ സ്പെല്ല് അങ്ങ് ഇട്ട് കൊടുത്തു. നമുക്ക് ആരെങ്കിലും റൂട്ടപ്പ് ചെയ്യാം. ഇവന്മാർ ഇത്ര പേരെ ഒന്ന് റൂട്ടപ്പ് ചെയ്ത് കളയാം. ഗ്രാൻഡ് വടൻ്റെ എബിലിറ്റി, ഒരു ഗ്രാൻഡ് വടൻ്റെ എബിലിറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലെറ്റർ ഡ്രാഗൺ ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അറ്റാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വലിയ സീനൊന്നും കാണുന്നില്ല. ഓക്കെ, നടുക്കൊരു ടോട്ടൽ സ്പെല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഏരിയ ഒന്ന് ഫ്രീസാക്കിയാണ്. നമ്മൾ കുറച്ച് ടാസ്ക് ആയോ പെട്ടുപോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി ഒന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ ഫസ്റ്റ് അറ്റാക്ക് തന്നെ പോയോ ഫ്രീസാക്കി 2 മിനിയൻ ഇവിടെ ഇറക്കി. ക്വീന് വരെ ചത്തു. ബാക്കി ആർച്ചേഴ്സും ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നൈസ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഒരു ഫോറസ്റ്റ് ഇടുന്നു. യെസ്, പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് നല്ല ഈസി 3 സ്റ്റാർ. അടുത്ത അറ്റാക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ബേസ് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസും കിട്ടി. ഒരു വെറൈറ്റി ബേസാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. ഒരു സുഖമില്ലാത്ത ബേസാണ് ഗൈസ്. എങ്ങനെ അടിക്കണം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഏരിയ ആയിരിക്കും, ഈ കമ്പാർട്ട്മെൻറ്റാണ് കുറച്ച് ടാസ്ക് എന്ന് തോന്നുന്നു. നമ്മൾ ഡ്യൂക്ക് ഡ്രാഗൻ ഇറക്കിയിട്ടുണ്ട്. 1 2 3 ഇൻവി. പെർഫെക്റ്റ്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. ഇൻവി. ഓക്കെ, അടുത്ത ഇൻവി ഇട്ടിട്ടുണ്ട്. വെയിറ്റ്. ഓക്കെ, നമ്മൾ സ്പിരിറ്റ് ഫോക്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സ്പിരിറ്റ് ഫോക്സ് പക്ഷേ ഡെഡ് ആയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഇൻവിയും കൂടെ ഇട്ട് കൊടുത്തു. ഡ്യൂക്ക് ഡ്രാഗൻ അകത്തോട്ട് കയറുന്നു. നമ്മുടെ കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല, സ്റ്റിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ ഹെയർ സ്വൈപ്പർ അടിച്ചടിച്ച് വിടുകയാണ്. എൻ്റെ പൊന്നു ഡ്യൂക്ക് ഡ്രാഗനെ എന്ത്. ഓക്കെ ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്യൂക്ക് ഡ്രാഗൻ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്ത് ഒരു ആരോ കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡ്രാഗൻസ് നമ്മൾ നേരത്തെ പിടിച്ചിറക്കി. മിനിയൻ ബ്രിഡ്ജ്, ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഇങ്ങനെ റൂട്ടപ്പ് ചെയ്യാൻ പറ്റും. ആ റൂട്ടപ്പ് വേണ്ടായിരുന്നു. ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രോ ഡ്രാഗൺ ടോപ്പ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ടൊന്ന് പ്ലേസ്മെൻ്റ് ഒന്ന് ശരിയാക്കണം. ഒരു ടോട്ടം സ്പെല്ല് ആ മോണോലിത്തിന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടോട്ടം സ്പെല്ല് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി
ഈ ഏരിയ ആണ് കുറച്ച് അത്യാവശ്യം കൂടുതൽ ടാസ്ക്. നമ്മൾ എത്തിച്ച് യെസ് നടുക്കൊരു ടോട്ടസ് ഫുൾ ഇട്ടിട്ടുണ്ട്. ടോട്ടസ് ഫുൾ ഇട്ടിട്ടും കാര്യമുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫ്രീസ്. ആ കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം ഭയങ്കര ടാസ്ക്കാണ്. ഒരു ബേബി ഡ്രാഗൺ ടോപ്പ് സൈഡ് ഇറക്കുന്നു. 2 മിനിയൻ, 1 മിനിയൻ, 3 ആർച്ചേഴ്സ്. എല്ലാവരും ചെത്തടാ. കൈവിട്ട് പോയി ഗൈസ്. എൻ്റെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു അറ്റാക്ക് കൈവിട്ട് പോകണം എന്ന് പറഞ്ഞൊരു റൂള് തന്നെ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇറക്കിയിട്ടുണ്ട്. തോന്നുന്നു ഇത് രണ്ടാമത്തെ അറ്റാക്കിൽ തന്നെ നമ്മുടെ കൈ അങ്ങ് വിട്ടുപോയി. ബാഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ സക്സസ്ഫുള്ളി ഞാൻ ഒരു അറ്റാക്ക് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ബേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ ഞാൻ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് അല്ല ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ടാസ്ക് ആണെന്ന് പറയണേ. ബട്ട് സ്റ്റിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അറ്റാക്ക് ചെയ്യാം. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി. ഓക്കെ, ഇവരാരോ മാത്രമേ കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്, ക്വീനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ്, ഡ്യൂക്ക് ഡ്രാഗൺ ടോപ്പ് സൈഡിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. ഒരു ടോട്ടസ് വല്ല നടക്കിടുന്നു. ഇതുമാതിരി ഇത്ര പേര് ഒന്ന് റൂട്ടപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആണ്. വീണ്ടും നടക്കൊരു ടോട്ടസ് വല്ല, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി, ഒരു പോയിസൺ, നടുക്കൊരു ടോട്ടം, നടുക്ക് തന്നെ ഒരു റേജ് സ്പെല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ടാസ്ക് ആണ്. വീണ്ടും നടുക്കൊരു ടോട്ടം, ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീസും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണ് ഗൈസ്. ഒരു ടോട്ടം സ്പെല്ല്. ഓഫ് ഷിറ്റ്, എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ബേബി ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. നടുക്കൊരു ടോട്ടം സ്പെല്ല് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു ബേബി ഡ്രാഗൻ, അടുത്ത ബേബി ഡ്രാഗൻ ഇപ്പുറത്ത് ഇറക്കി, ഒരു വിസാഡ് നമ്മളിവിടെ ഇറക്കുന്നു, ഒരു മിനിയൻ ഇവിടെ ഇറക്കുന്നു, ഒരു ആർച്ചറും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി നമുക്ക് ഒരു റിവൈവ് സ്പെല്ലുണ്ട്, ഞാനത് ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചേക്കാണ്. ക്വീൻ ഇട്ട് കൊടുക്കണോ, പക്ഷേ ക്വീൻ ഇട്ട് കഴിഞ്ഞാൽ ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അത്യാവശ്യം നമ്മുടെ ഈ ട്രൂപ്സ് സ്പേസ് ക്ലിയർ ആക്കാൻ പറ്റും എന്ന് നമ്മൾ ശുഭപ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല. ഓക്കെ, മിനിയൻ പ്രിൻസും ഡ്യൂക്ക് ഡ്രാഗന് അടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ ബേസിക്കലി വലിയ സീന് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഡ്യൂക്ക് ഡ്രാഗൻ ചത്തു, ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി വലിയ സീനൊന്നുമില്ല, ആ ഒരു ഡിഫൻസ് പോയിട്ടുണ്ട്. സോ ഇതും നല്ലൊരു 3 സ്റ്റാർ ആണ്. യെസ്, നല്ലൊരു 3 സ്റ്റാർ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത അറ്റാക്ക് ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് മറ്റു വെറൈറ്റി ബേസുകളൊക്കെയാണ് വെക്കണം കേട്ടോ. ടോട്ടലി വെറൈറ്റി ബേസൊക്കെയാണ്. ടോട്ടലി കൺഫ്യൂസ്ഡാണ് ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന്. ബട്ട് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്യൂക്ക് ഡ്രാഗനെ കൊണ്ട് ഞാൻ ഈ ഏരിയയിൽ ഇറക്കുകയാണ്. ഓക്കെ, ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ നല്ല സ്മൂത്തായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വലിയ സീനൊന്നുമില്ല. ഒരു ഇൻവി ഇട്ട് കൊടുത്തു, സ്മൂത്ത്. അടുത്തൊരു ഇൻവി ഇട്ടു, അങ്ങോട്ട് പോയത്. യെസ്, ഗുഡ്. പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൻ അവിടെ കിടന്ന് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഇൻവി. പക്ഷേ റിവെഞ്ച് ടവറിനെ ഒന്ന് കിട്ടണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടുമോ? കൊണ്ടുപോയി കിട്ടും. അടുത്തൊരു ഇൻവി. റിവെഞ്ച് ടവറിനെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മളൊരു ഇൻവി ഇട്ടു. ഇതാണ് പ്രശ്നമെന്ന്. അടുത്തൊരു ഇൻവി. അയ്യോ. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഡ്യൂക്ക് ഡ്രാഗന് പറ്റിയ രീതിയിലെല്ലാം നല്ല ട്രൈ ചെയ്തിട്ടുണ്ട്. റിവെഞ്ച് ടവർ കിട്ടിയിട്ടില്ല. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു, നല്ല രീതിയിൽ ക്വീൻ്റെ എബിലിറ്റി വന്നിട്ടുണ്ട്. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നേരത്തെ പിടിച്ചിറക്കിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ടാസ്ക് ഈ ഏരിയയിലാണ്. നമ്മൾ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് തന്നെ വെക്കാം. നടുക്കൊരു ടോട്ടസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു. ഇതുമാതിരി ഇത്രയൊന്ന് റൂട്ടപ്പ് ഏരിയയാണ്. ഓക്കെ, സ്മൂത്താണ്. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചേക്കാണ്. ഓക്കെ, നടുക്കൊരു ടോട്ടസ് എല്ലാം ഇടുന്നു. പെർഫെക്റ്റാണ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോ ഡ്രാഗൻ ഇറക്കി.
കമ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ അടിയും പിടിയും നടക്കുന്നുണ്ട്. ഒരു ഫ്രീസ്. ഓക്കെ, ടൗൺ ഹാൾ ഡൗൺ ആയിട്ടുണ്ട്. നല്ലൊരു കാര്യം. വീണ്ടും മോണോലിത്തിലാണ് ഞാൻ ഫ്രീസ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ടാസ്ക് തന്നെയാണ്. ബേബി ഡ്രാഗൺ നമുക്കിവിടെ ഇറക്കാം. ഒരു ആർച്ചർ ക്വീനെ സപ്പോർട്ട് ചെയ്ത് ഇറക്കാം. ഡ്യൂക്ക് ഡ്രാഗൺ ചത്തോ? ഞാൻ 4x ഇടയാണ് ഗൈസ്. ദൈവമേ മോണോലിത്ത് കുറച്ച് പണി തരുമോ? ഡ്യൂക്ക് ഡ്രാഗൻ്റെ പറ്റി എൻ്റെ പൊന്നോ, 3CR കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ബേസ് കിട്ടി. ഒരുമാതിരി വൃത്തിയിട്ട ബേസ് എന്നെ വെച്ചോണ്ടേയിരിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരണുണ്ട്, പക്ഷേ ഒന്നും ഒരു ഓപ്ഷനില്ല. ഡ്യൂക്ക് ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറക്റ്റായിട്ട് തന്നെ കളിക്കണം. നമുക്ക് ഇനി വീണ്ടും ഒരു അറ്റാക്ക് ലൂസ് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ല. സോ ഞാൻ കുറച്ച് ഇൻവി ഇട്ട് കറക്റ്റായിട്ട് കയറുന്നുണ്ട്. അയ്യോ, അടുത്തൊരു ഇൻവി. സ്മൂത്താണ്. അടുത്തൊരു ഇൻവി. നമ്മുടെ സ്പിരിറ്റ് ഫോക്സ് ഡെഡായി. ഇൻവി. ഡ്രാഗൺ ഞാൻ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ കൂടെ അല്ല പോണേ. ഓക്കെ, ഇപ്പോൾ അകത്തോട്ട് കയറി. ഇതെന്ത് ചാർജാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്റ്റിൽ കുഴപ്പമില്ല, നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വീൻ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി ഫുൾ ഡ്രാഗൺസ് നെറ്റ് പിടിച്ചിറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ, ഇനേബിൾസ്, പുതിയ സീസൺസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ടാസ്ക്കാണ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി ഞാൻ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോ ഡ്രാഗൺ ഇല്ല. നടുക്കൊരു ടോട്ടം സ്പെൽ ഇടുന്നു. ഇത്ര ഒന്ന് റൂട്ടപ്പ് ചെയ്യുന്നു. എത്തി കൊടുക്കാനുള്ള ഒരു ശക്തി പോലും അറിയില്ല. വീണ്ടും നടുക്കിട്ട് ഒരു ടോട്ടം സ്പെൽ ഇടുകയാണ്. പണി കിട്ടുമോ എന്നെനിക്ക് അറിയത്തില്ല ഗൈസ്. ഒരു ബേബി ഡ്രാഗൺ ഇവിടെ ഇറക്കുന്നു. അടുത്തൊരു ബേബി ഡ്രാഗൺ ഇപ്പുറത്ത് ഇറക്കുന്നു. ഒരു മിനിയൻ ഇവിടെ ഇറക്കുന്നു. ബാക്കി ഉള്ള എല്ലാവരെയും ഞാൻ പിടിച്ചിറക്കിയിട്ടുണ്ട്. ഒരു ഫ്രീസ് അവിടെ. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി. ഡ്യൂക്ക് ഡ്രാഗൺ റിവൈവൽ. ഇതാ നടക്കണേ. ഈ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട് ഗൈസ്. ഫ്രീസ് 4x. ആണ് ഗൈസ്. എപ്പോഴും ഇത്രയും ലക്ക് എനിക്ക് എവിടെ നിന്ന് കിട്ടണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അടുത്ത അറ്റാക്കിൽ പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ദാരുണമായിട്ടുള്ളൊരു പൊട്ടലിന് ശേഷം അടുത്തൊരു അറ്റാക്കാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ നമ്മൾ ഈ നടുക്ക് സെൻറ്ററിലോട്ടാണ് നമ്മൾ ഇറക്കണം. ഓക്കെ, സ്റ്റാർട്ട്. ഇനി കുറച്ച് സൂക്ഷിച്ച് തന്നെ നമ്മൾ കളിക്കണം. പക്ഷെ ഇങ്ങനെ പറഞ്ഞാണ് നേരത്തെ കളിച്ചത്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഓക്കെ, നൈസ്. ഡ്യൂക്ക് ഡ്രാഗൺ വേണ്ടാത്ത സ്ഥലത്തൊന്നും ചാർജ് കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡ്യൂക്ക് ഡ്രാഗനെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ടൊന്നും ഈ ചാർജ് ആവുന്നില്ല. ഡ്യൂക്ക് ഡ്രാഗൻ വെയിറ്റ് ഗൈസ്. എന്തോ ഇതാ പറഞ്ഞേ. ഗൈസ്, വേറെ ഒരുത്തനൊക്കെ വന്ന് വിളിക്കാം. ഓക്കെ ഗൈസ്, ഫുൾ ഡിസ്റ്റർബൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മൾ എത്ര ഡിസ്റ്റർബൻസ് വന്നാലും നമ്മൾ അത് വിട്ടു പോകത്തില്ല. നമ്മുടെ അറ്റാക്ക് എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് എവിടെയെങ്കിലും ഓടി ചാടിച്ചാകും. വന്നിട്ട് ബേസിക്കലി എൻ്റെ റൂംമേറ്റാണ് അതുവഴി ഇങ്ങനെ കടന്നു വന്നത്. അറ്റാക്ക് പോയത്. ഓക്കെ, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ അറ്റാക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സീനൊന്നുമില്ല. ഇവന്മാർ എത്ര ഒന്ന് റൂട്ടപ്പ് ചെയ്യാൻ ഭയങ്കര പണിയായിട്ടാണ്.
ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കണില്ല. ഞാൻ സ്റ്റിൽ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കാൻ വെച്ചേക്കാണ്. യെസ്, ഇപ്പം നമ്മൾ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. ഫ്രീസ് കുറച്ചിടണം. വീണ്ടും ഒരു ഫ്രീസ്. എൻട്രൻസിൻ്റെ എബിലിറ്റി. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ക്വീൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മളെന്തായാലും അറ്റാക്ക് ചെയ്യുന്നു, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഇട്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ഇൻവി സ്മൂത്താണ്. സ്മൂത്തല്ല. എൻ്റെ മോനെ, രക്ഷയില്ല ഗൈസ്. തള്ളി അങ്ങ് വേറെ എങ്ങോട്ടൊക്കെയോ കൊണ്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ മാനേജ് ചെയ്ത് കയറി വന്നിട്ടുണ്ട്. ചാവരുത്. ഇത് ഇനിയും കൂടെ ഉണ്ട്. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ ചെയ്ത് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ആ ഏരിയയിൽ എന്തൊക്കെയോ നടന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, അത് സത്യമാണ്. ഓക്കെ, നമ്മൾ ഇനി ബാക്കി ക്വീൻ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഡ്രാഗൺസ്, മിനിയൻ, ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മെഷീൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്, ഒരു റൂട്ടപ്പ്. ഇവന്മാർ ഇത്രയും ഒന്ന് റൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, സ്മൂത്താണ്. ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇലക്ട്രോ ഡ്രാഗൺ. ഓക്കെ, അവിടെ ഇറക്കി ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്ത് നടുക്കൊരു ടോട്ടൽ സ്പിന്ന്. ഇവിടെയും നടുക്കൊരു ടോട്ടൽ സ്പിന്ന്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി. ഈ ഏരിയ കുറച്ച് ഡീൽ ചെയ്യാൻ നോക്കിയാണ് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ. ഓക്കെ, സെറ്റാണ്. ഓക്കെ, സ്മൂത്താണ്. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഈ നടുക്കത്തെ ഏരിയ കുറച്ച് ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ടാസ്ക് തന്നെയാണ്. ഫ്രീസ്, ലാസ്റ്റായിട്ടുള്ളൊരു ഫ്രീസും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 മിനിയൻസ്, ഒരു ബേബി ഡ്രാഗൺ. ആ മോണോലിത്തൊന്ന് പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഓക്കെ, മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി. ബാക്കിയുള്ള 3 ആർച്ചേഴ്സും നമ്മൾ നിരത്തി പിടിച്ചിറക്കിയിട്ടുണ്ട്. ടോട്ടലി ഒരു റാൻഡം ആയിട്ടുള്ള ക്വീൻ ഇല്ലാത്ത ഒരു സെയിം സ്ട്രാറ്റജി. പക്ഷേ ക്വീൻ ഇല്ല. ഓ, മിനിയൻ ചത്തോ. എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എയർ 4x ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്ക് റീചാർജ് കിട്ടി ഗൈസ്. ഇന്നത്തെ അറ്റാക്ക് അപ്പോൾ ഇതോടെ എൻ്റെ ടോട്ടൽ അറ്റാക്ക് തീർന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈവിട്ട് പോയ 2 അറ്റാക്കുണ്ട്. പക്ഷേ അത് എന്താ പറ്റിപ്പോയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു അറ്റാക്ക് പോയി, ശരി, സംബന്ധിച്ച്. പക്ഷേ മറ്റേ അറ്റാക്ക് 99. ലക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും വാക്കുകളില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡേ 2ൻ്റെ റിസൾട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമ്മളെ വാർ അറ്റാക്ക് ചെയ്തിരിക്കും. ജയിക്കോ ഇല്ലയോ എന്ന് പറഞ്ഞൂടാ. ബാക്കിയെല്ലാം കാണാം ഗൈസ്. ബൈ.